ഹായ് എവ്രി വൺ, ഇന്ന് നമുക്കൊരു ഗ്രിൽഡ് ചിക്കൻ ബിരിയാണി നോക്കിയാലോ. പ്രിപ്പറേഷൻസ് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫ്രൈഡ് ഓണിയൻസ് റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ലീവ്സ് റെഡിയാക്കി, മിൻറ്റ് ലീവ്സ്, കൊറിയാൻഡർ ലീവ്സ്, കറി ലീവ്സ്, പിന്നെ ഒരു ചില്ലി, അതെല്ലാം ഒന്ന് പൾസ് ചെയ്ത് മാറ്റി വെക്കുക. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. നമ്മളിവിടെ ഗ്രിൽഡ് ചിക്കനാണ് എടുത്തേക്കുന്നത്. പിന്നെ ബസ്മതി റൈസ് നേരത്തെ ഒന്ന് ബോയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രിപ്പറേഷൻസ് നോക്കിയാലോ. ഒരു കടായിലോട്ട് ഫസ്റ്റ് അനിയൻസ് സോട്ട് ചെയ്യണം. നമ്മൾ കുറച്ച് ഹോൾ സ്പൈസസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫ്ലേവേഴ്സ് നമുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം ടൊമാറ്റോ ഇടുക, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക, പിന്നെ ഈ പൗഡേഴ്സ് ഇടുക. ഈ പൗഡേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മീറ്റ് മസാല പൗഡർ, പിന്നെ കുറച്ച് പെപ്പർ പൗഡറുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ മുമ്പേ കാണിച്ചു തന്ന ലീവ്സും അതിൻ്റെ കൂടെ ഇപ്പം ആഡ് ചെയ്യാതെ നല്ല ഫ്ലേവർ കൊടുക്കുന്ന കേട്ടോ നമ്മുടെ ബിരിയാണിക്ക്. അതിനുശേഷം യോഗട്ട് ആഡ് ചെയ്യാണ്. ഒരു 5-6 ടേബിൾ സ്പൂൺസ് ഇടുക, ആഡ് ചെയ്യുക. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. ദാറ്റ്സ് ഇറ്റ്. എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പാകത്തിന് ഇടുക. ഉപ്പ് മറക്കാൻ പാടില്ല. ഓക്കെ. ഇതിന് ശേഷം ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മേലോട്ട് ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുന്നത്. നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പ് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ല കേട്ടോ. ആസ് യൂഷ്വൽ പോലെ നമ്മൾ എങ്ങനെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് അതേപോലെയാണ് ഗ്രിൽ ചിക്കൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. മാരിനേറ്റ് ചെയ്യാൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മീറ്റ് മസാല, ഉപ്പ്, അതെല്ലാം കൂടെ, പിന്നെ ലെമണും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ക്വീസ് ചെയ്ത് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്താൽ മതി. ഓക്കെ. കുക്കിംഗ് ടൈം, ഗ്രില്ലിംഗ് ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് കേട്ടോ. അത്രയേ ഉള്ളൂ. ചിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് വേഗം. അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ മേലോട്ട് ചിക്കൻ ഇങ്ങനെ ലെയർ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈഡ് ഓണിയൻ ഇങ്ങനെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്ലേവറാണ് ഈ ഫ്രൈഡ് ഓണിയൻസ് ഈ ചിക്കൻ ബിരിയാണിക്ക് കൊടുക്കുന്നത് കേട്ടോ. ഈ ചിക്കൻ ബിരിയാണിയുടെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് എനിക്കൊന്ന് മിൻറ്റ് ലീവ്സും കൊറിയാൻഡർ ലീവ്സും ഫ്രൈഡ് ഓണിയൻസിൻ്റെ ഒക്കെയുള്ള ഒരു ഫ്ലേവർ കേട്ടോ. ഇതിന് ശേഷം ഈ 70% കുക്ക്ഡായിരിക്കുന്ന ബസ്മതി റൈസും, അതിനുശേഷം അതിൻ്റെ മുകളിൽ ഗാർണിഷ് ഞാൻ ചെയ്തേക്കുന്ന കുറച്ച് മീറ്റ് മസാലയും ഫ്രൈഡ് ഓണിയൻസും പിന്നെ ലെമൺ ഒന്ന് സ്ക്വീസ് ചെയ്തിട്ടുണ്ട്. അത് നല്ല ഫ്ലേവർ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇനി ഒരു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മിൻറ്റ് ലീവ്സും കൊറിയാൻഡർ ലീവ്സും ഗാർണിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ലെയറിങ് ഓഫ് കുറച്ച് റൈസ് ഇട്ടിട്ട് ഞാൻ ലെയർ ചെയ്തായിരുന്നു. അതിനുശേഷം സെയിം ഗാർണിഷിങ് ചെയ്തിട്ട് കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസിൻസ് ഇടാം. പിന്നെ ചിലർ പൈനാപ്പിൾ ഇടും. പൈനാപ്പിൾ നല്ല ഫ്ലേവർ തരും. കുറച്ച് നെയ്യ് ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ മേലെ വെച്ചിട്ട് നേരം ഒന്ന് ഒരു വെയിറ്റ് വെച്ചിട്ട് ദം ചെയ്യാണ് കേട്ടോ. ആ ഫ്ലേവേഴ്സ് എല്ലാം റൈസായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. ഇത് ബിഗിനേഴ്സിനുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ്. വളരെ സിമ്പിളാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ. ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ഹാഫ് ആൻ അവറിനുള്ളിൽ ഇതെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും. നമുക്ക് ആരെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്തൊന്ന് കട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. Hope you all have enjoyed this video. Take care. Bye bye now.